തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ആ ദിവസം ഇന്നാണ്. കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഇന്നത്തെ എന്റെ വർക്ക് മുക്കം വഴി കറങ്ങി മലപ്പുറവും മഞ്ചേരിയും കഴിഞ്ഞിട്ട് തിരൂര് വഴി കോഴിക്കോട് എത്തുമ്പോൾ രാത്രിയായിരുന്നു സമയം. ഒടുവിൽ വർക്ക് കഴിഞ്ഞ് യൂണിക്കോണിന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ ഏതോ ഒരു പാമ്പ് പത്തി വിടർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ധൈര്യമൊക്കെ സംഭരിച്ച് അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഷോക്കേറ്റ് വീണ ഏതൊരു കാക്കയാണ്, പക്ഷെ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല. യൂണിക്കോണിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ആകെ കൂടെ ടിക്കറ്റ് ഉണ്ടായിരുന്നത് മിറാജിലാണ്. ഒടുവിൽ ഞാൻ വണ്ടിയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് നടക്കാൻ തീരുമാനിച്ചു. അതെന്തേ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് പുറത്താണ്. മറ്റേതൊരു മാളിൽ ചെന്നാലും അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാവും. ഇവിടെ പുറത്ത് പാർക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ പൈസയും കൊടുക്കണം. അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അതിലും നല്ലത് എൻ്റെ സുഹൃത്തിന്റെ ഷോപ്പിന്റെ ഫ്രണ്ട് കിടക്കുന്നതാണ്, അതും പുറത്താണ്. എന്നാൽ അതിന് പൈസ കൊടുക്കണ്ട. പിന്നെ നമ്മുടെ ഓൺ റിസ്കിലാണല്ലോ രണ്ടിടത്തും വെക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ സിനിമയിലേക്ക് വരാം. ഇന്ന് ഞാൻ കണ്ട സിനിമയുടെ പേര് മധുവിധു. അത്ര വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമൊന്നുമല്ല, പക്ഷെ അതിനകത്തൊരു ഐറ്റം ഉണ്ട്. എന്നെ പോലുള്ള ബാച്ചലർമാരെ കല്യാണം കഴിപ്പിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം. ആ സിനിമയുടെ കഥയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത്ര വലിയ ഗംഭീര പടം എന്നൊന്നും പറയാനില്ല. OTT വന്നിട്ട് കണ്ടാലും മതി. ഞാൻ പണ്ടേ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നമുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, അതുകൊണ്ട് OTT വന്നിട്ട് കണ്ടാൽ മതി. അങ്ങനെ പടം കണ്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ തിരിച്ച് എന്റെ വണ്ടിയുടെ അടുത്തേക്ക്. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഒരു 10 രൂപ കൊടുക്കാൻ മടിച്ചിട്ടല്ല ഞാൻ നേരത്തെ അത്രയും പറഞ്ഞത്. മാളുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കേണ്ടത് അവരുടെ ചുമതലയാണ്. കോർപ്പറേഷൻ പരിധിയിൽ അതിന് പേയ്മെന്റ് വാങ്ങാനും പാടില്ല. ഞാൻ അങ്ങനെ നടന്നു ചെല്ലുമ്പോഴും എന്റെ ഒരു ചെക്കനോടെ കാത്തിരിപ്പുണ്ട്. ഇനി ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലേക്ക്.